തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന് CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനം. പുതിയ പരാതി എഴുതിക്കോ. ഒന്നും പറയണ്ട, എനിക്ക് ആരായാലും അടിച്ചാ മതി. പിണറായിക്ക് ലാളിത്യമില്ല. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജാവെന്ന് ഭാവിച്ചു. എന്താണോ ചാണ്ടിയത്? ഈ മരങ്ങോടൻ എടുത്തു കൊടുത്താ എന്താണോ മരങ്ങോടായത്? ഇന്നലെ നടന്ന CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിൽ പിണറായി വിജയനെതിരെയും മറ്റു മന്ത്രിമാർക്കെതിരെയും CPIയുടെ അടക്കം മന്ത്രിമാർക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത്. എനിക്ക് ഈ കൺവീനർ സ്ഥാനം മടുത്തു. അവനവന്റെ പാർട്ടി നായി മുറവിളി. 5 കോടി കിട്ടുന്നതിനേക്കാളും സന്തോഷാടാ ഇവന്റെ തല വെട്ടിട്ട് കാലുണിൽ പന്ത് ഇട്ട് കളിക്കണം. തോൽവിക്ക്, ഈ കടുത്ത തോൽവിക്ക് പ്രധാന കാരണം പിണറായി വിജയനാണ്. ഈ എരണം കെട്ടവനെ കൂടെ കൂട്ടിയപ്പോ ഞാൻ വിചാരിച്ചതാ ഇതിന്റെ ലാളിത്യമില്ലായ്മയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തി എന്നുള്ള രീതിയിലാണ് വിമർശനം വരുന്നത്. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയാം. പ്രസക്തമായിട്ടുള്ള സംബന്ധിച്ച് ജനങ്ങൾ തള്ളിയ ഒരു നേതാവ് വീണ്ടും പ്രതിപക്ഷ നേതാവ് ആകാൻ പാടില്ലായിരുന്നു എന്നുള്ള വിമർശനം ഉയർന്നു. അപ്പോ ഞങ്ങൾ തിരിച്ചു പോകണമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ജോലി കുറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാട്ടിന് പോവുകയും ചെയ്യാം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് ശരിയായ നടപടിയല്ല, പുതിയ ആരെങ്കിലും മന്നമായിരുന്നു എന്നുള്ള നിലപാടുമുണ്ടായി. ഞാൻ വൈകിയോ? താൻ ശകുനപ്പുഴ പോലെ മുന്നിൽ നിൽക്കാതെ ഒന്നും മാറി നിൽക്കണോ? തോൽവിക്ക് കാരണം പിണറായി വിജയനാണ്. ഇത് നല്ല കൂത്ത് ഒന്നുകളെയും തല്ലിക്കൊല്ലും. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. പിണറായി വിജയനെതിരെയും മറ്റു മന്ത്രിമാർക്കെതിരെയും CPIയുടെ അടക്കം മന്ത്രിമാർക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഞാൻ ഇടിച്ച് ഇതേ ഷേപ്പിലാക്കി തരാം, മേനാലിത് വെക്കേണ്ടി വരില്ല. തോൽവിക്ക്, ഈ കടുത്ത തോൽവിക്ക് പ്രധാന കാരണം പിണറായി വിജയനാണ്. അവനവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നീ ഇവിടെ എന്തൊക്കെ പൊട്ടിച്ചാലും ഞാൻ തോക്കുകയല്ല. എന്റെ ഭഗവതി, ഈ മുതുകുരങ്ങ് എന്തിനുള്ള പുറപ്പാടാണ്? ഇന്ന് രണ്ടിലൊന്നും അറിയണം. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.